ഇപ്പം നമ്മൾ വീണ്ടും മാപ്പിൽ ഇല്ലാത്ത അധികം ടൂറിസ്റ്റുകൾ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മൾ വീണ്ടും പോവുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ച്, പക്ഷെ അബദ്ധത്തിൽ കട്ടായിപ്പോയി. അബദ്ധത്തിൽ അത് സ്റ്റോപ്പ് ചെയ്തു പോയി. സോ ഇതൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വീണ്ടും റെക്കോർഡ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ആ മലയുടെ മുകളിൽ തന്നെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇവിടെ സംഭവം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. ഡെഡ് എൻഡിൽ ചെന്ന് എത്തുമെന്ന് വെച്ചാൽ അതൊന്നും അറിയത്തില്ല. മെയിൻ റോഡല്ല ഇത്. ഇങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ട്രാവൽ ചെയ്യാത്ത ഒരു റോഡാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ കാണാൻ. മുകളിൽ താഴെ നോക്കിയപ്പോഴേ അപ്പോൾ നമ്മൾ വിചാരിച്ചൊക്കെ പോകുന്നിടം വരെ പോട്ടെ, എവിടെയെങ്കിലും ചെന്നിട്ട് റോഡ് അവസാനിക്കുമ്പോൾ തിരിച്ചു വരാമെന്നുള്ള ഇതിലാണ് പോണത്. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അധികം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാറില്ല. ഈ വലിയ സിറ്റിയിലൊക്കെ പോയിട്ട് ടൂറിസ്റ്റുകൾ മെയിൻലി പോകുന്ന കുറച്ച് അട്രാക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അക്രോപോളിസ് എന്നൊക്കെ പറയുന്നത്. അക്രോപോളിസിൽ നമ്മൾ നാളെ പോകുന്നുണ്ട്. ഇന്ന് രാവിലെ കാലാവസ്ഥ അത്ര സുഖകരമല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചൊക്കെ ലോക്കൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ അഡ്വർടൈസ് ചെയ്തിരിക്കുന്ന ഇപ്പം നമ്മൾ സാധാരണ വ്ളോഗുകളിലും അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ കാണുന്ന വീഡിയോസിലുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിതിൻ്റെ ഏരിയൽ ഫുട്ടേജാണ് ഇവർ കാണിക്കുന്നത്. അപ്പം നമ്മൾ ആ സ്ഥലത്ത് പോയി കഴിയുമ്പം ഒരു തരത്തിലും ആ സ്ഥലമായിട്ട് ബന്ധമുള്ള സ്ഥലമാണെന്ന് നമുക്ക് തോന്നത്തില്ല. മനസ്സിലായില്ലേ? നമ്മൾ നേരിട്ട് കാണുന്ന സ്ഥലവും ഈ ഏരിയൽ ഫുട്ടേജിൽ കാണിക്കുന്ന സ്ഥലവും തമ്മിൽ വലിയ വ്യത്യാസം, നല്ല വ്യത്യാസം കാണും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത്. നമ്മൾ ഭയങ്കര നല്ല ഭംഗിയായിരിക്കും, കാര്യം കുറച്ച് പേര് നല്ല ഫോട്ടോഗ്രാഫൊക്കെ എടുത്തിങ്ങനെ ഇടും. അപ്പോൾ നമ്മളായിരിക്കും നല്ല ഭംഗിയായിരിക്കും വിചാരിച്ചിട്ടാണ് നമ്മൾ ചെന്ന് കയറി കൊടുക്കുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു 1-2 ഒരു സ്തൂപങ്ങളോ അല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവമേ കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നത്. ചെറിയ വില്ലേജുകൾ ഉണ്ട്. ഇവിടെ ഒരു ചർച്ചുണ്ട്, ഒരു പഴയ ചർച്ച്. പക്ഷെ ഇവരുടെ ഒരു ഇത് നോക്കിയേ, വെറുതെ കട്ട വെച്ച് ഇങ്ങനെ കെട്ടിയൊക്കെയാണ്. അത് ഇങ്ങനെ പ്ലാസ്റ്റർ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഇത് ഉപയോഗിക്കുന്ന ചർച്ചാണെന്നുള്ള. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ചർച്ച്. ഉണ്ടോ? ഇത് ഇങ്ങനെ എന്തുവാണ് എന്ത് വെച്ചാണ് കെട്ടിയിരിക്കുന്നതെന്ന് അറിയാൻ വയ്യ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇത് ഉപയോഗത്തിലുള്ള ചർച്ചാണെന്ന് തോന്നുന്നില്ല കണ്ടിട്ട് കേട്ടോ. ഇവിടെ ഒന്നും ആൾക്കാരൊന്നും ഇല്ല. പക്ഷെ ഇത് കെട്ടിയിട്ട് അബാൻഡൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു ചർച്ച് പോലെ ഉണ്ട്. ഇതിൻ്റെ ചുടുകെട്ടുകൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. കുറച്ച് സൂമിൻ ചെയ്ത് കാണിച്ചു തരാം. നോക്കുക, ഇതിൻ്റെ വിൻഡോസ് കണ്ടോ? കട്ട പ്രോപ്പർലി ഇങ്ങനെ തേച്ച് പ്ലാസ്റ്ററൊക്കെ ചെയ്ത് അങ്ങനെ ഇട്ടേക്കുമല്ല. നമ്മുടെ ഈ തറയോട് പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. തറയോടില്ലേ, തറയോട് വെച്ചിട്ട് ചെയ്ത പോലെയാണ് തോന്നുന്നത് കണ്ടിട്ട്. ഒരു പള്ളി മണിയും കുരിശും ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ നല്ല വൈബാണ്. ഇങ്ങനെ രാവിലെ ഇങ്ങനെ നല്ല കിളികളുടെ ശബ്ദവും ഇതൊക്കെ ഇട്ട് ഇങ്ങനെ ഇവിടെയൊക്കെ നടക്കണമെന്നുണ്ട്. പക്ഷെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള സമയം ഇല്ലാഞ്ഞിട്ടാണ്. എനിക്കിങ്ങനെ നടന്ന് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ അതിനുള്ളൊരു സമയമില്ല നമുക്ക്. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വണ്ടി ഓടിച്ച് ഓരോ സ്ഥലങ്ങളിൽ പോവുക, ഒരു 5 മിനിറ്റ് എക്സ്പ്ലോർ ചെയ്യുക, അതേ നിവർത്തിയുള്ളൂ. നമ്മൾ ഇപ്പോൾ ഗ്രീസിലിപ്പോൾ നമ്മളെപ്പോഴും വരാൻ പോകുന്നില്ലല്ലോ. നമ്മൾ ഓരോ കൺട്രികൾ ഇങ്ങനെ വിസിറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനിലാണ്. ഇപ്പോൾ കുറേ കൺട്രീസ് ആയി. അപ്പോൾ ഗ്രീസിൽ നമ്മൾ 7 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി 2 ദിവസം കഴിഞ്ഞു. ഇത് 3-ാം ദിവസമാണ്. നോക്കട്ടെ, നമ്മൾ കാണാൻ പറ്റുന്നിടത്തോളം കാണാം. നമ്മൾ മാക്സിമം ഏത് കൺട്രിയിൽ പോയാലും ഫുള്ള് ഡ്രൈവ് ചെയ്യാറുണ്ട്. ഒരു വണ്ടി വാടകയ്ക്ക് എടുക്കും, ഡ്രൈവ് ചെയ്യും. സോ ഇത് ഗ്രീൻ മോഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നമ്മൾ ഈ വണ്ടി എടുത്തത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്ഥലം കാണിച്ചു തരാം.